നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു. ഇവരുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക ഉന്നതി വന്നു ചേരാൻ പോകുന്ന ചില നക്ഷത്രക്കാർ അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും ജീവിതം മാറിമറിയുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവരുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത്. ഇവരുടെ പ്രാർത്ഥനകൾ മുടങ്ങാതെ ഉണ്ടായിരിക്കണം. വഴിപാടുകളും ആചാരപരമായ കാര്യങ്ങളും സൽക്കർമ്മങ്ങളും തുടർന്നും ചെയ്തു പോകുക. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇതുവരെയുള്ള സാഹചര്യത്തിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെയും ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് ഇവരെ അലട്ടിയിട്ടുള്ളത്. ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്, വഴിപാടുകളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ഈശ്വരൻ കനിഞ്ഞിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. സമയം അനുകൂലമായി ലഭിക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ മാറി ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ലക്ഷ്മി കടാക്ഷവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസന ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ആവശ്യങ്ങൾക്കും താങ്കളുടെ അഭിലാഷങ്ങൾക്കും താങ്കളുടെ പ്രാർത്ഥനകൾക്കും വേണ്ടിയുള്ള സങ്കല്പം ഉണ്ടായിരിക്കും. താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരുന്നതിനും ദുഃഖ ദുരിതങ്ങൾ മാറി ജീവിതം സമ്പന്നമാകുന്നതിനുമുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതായിരിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജീവിതത്തിൽ ദുഃഖങ്ങൾ മാറട്ടെ, സന്തോഷം വരട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കുന്നു. ഭാഗ്യവും അനുകൂലമായ സാഹചര്യങ്ങളും ഓരോ നക്ഷത്രക്കാരുടെയും ഗ്രഹനില അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്. ചാരവശാലുള്ള ഇപ്പോൾ ഉള്ള സമയത്തിന്റെ ആനുകൂല്യം കൂടി അനുകൂലമാകുന്നതോടുകൂടി അവർക്ക് രാജയോഗം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇതിലൂടെയാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ശക്തമായ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം കൊണ്ട് ഉണ്ടാകുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ശുഭഗ്രഹങ്ങളുടെ അനുകൂലമായ ഫലങ്ങളും പാപഗ്രഹങ്ങൾ ദോഷഭാവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങളും ഈശ്വരാനുഗ്രഹത്തിന്റെ പൂർണ്ണ തോതിലുള്ള നിലനിൽപ്പും ഇവരുടെ ജീവിതത്തിൽ അസൂയപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകും. ഇവർ എല്ലാ രീതിയിലും പരിഗണന അർഹിക്കുന്ന അർഹതയും പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇവർക്ക് സ്ഥാനമാറ്റം, സ്ഥാനക്കയറ്റം ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതം മാറിമറിയും. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാവിധ കഷ്ടപ്പാടുകൾ മാറി രക്ഷപ്പെടാനുള്ള അവസരമാണ് ഇവരുടെ മുന്നിൽ തുറന്നിരിക്കുന്നത്. വലിയ വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. പ്രതീക്ഷകൾ പൂവണിയാൻ സാധിക്കുന്ന സമയമാണ്. ഇവർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യങ്ങളും സമൃദ്ധിയുമൊക്കെ വന്നു ചേരും. അശ്വതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഒരുപാടാണ് വന്നു ചേർന്നിരിക്കുന്നത്. കഷ്ടങ്ങളും മാറുന്നു. കഷ്ടത പൂർണ്ണമായ ജീവിതം അവസാനിക്കുന്ന ഒരു സമയമാണ്. വലിയ ഭാഗ്യം ഇവരെ തേടിയെത്തുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും തടസ്സങ്ങൾ മാറി പുതിയ പുതിയ വഴികൾ തുറക്കുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ജീവിതത്തിൽ ശക്തമായ നേട്ടങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും മികച്ച അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ്.
സ്വന്തമായ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് അതിനുള്ള സാഹചര്യം, ഭൂമി സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ്. സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ ഇവർക്ക് ലഭ്യമാകുന്നു. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ സന്തോഷിക്കുന്ന സമയമാണ്. സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള അവസരമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതുവരെ ദുഃഖ ദുരിതങ്ങൾ പേറി നിന്ന ആളുകൾക്ക് പെട്ടെന്നുള്ള സമയം അനുകൂലമായി വന്നു ചേരുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ ലഭിക്കുന്നു. അതിലൂടെ മികച്ച അവസരങ്ങൾ ഒരുങ്ങുന്നു. മികച്ച ഉന്നതികളും മുന്നേറ്റങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന സമയമാണ്. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ വന്നു ചേരുന്നു. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറി ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ദൈവം കൈവിടില്ല. ദൈവത്തിന്റെ തുണ എപ്പോഴും ഉണ്ടാകും. വിശ്വാസപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനും നഷ്ടങ്ങൾ കുറച്ച് നേട്ടങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഇതുവരെ സാമ്പത്തിക ബാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ആ ബാധ്യതകളൊക്കെ തീർത്ത് കടങ്ങളൊക്കെ കുറഞ്ഞു വരികയും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ലക്ഷ്മി കടാക്ഷത്തിനു വേണ്ടി വെള്ളിയാഴ്ചകളിൽ ക്ഷേത്ര ദർശനം, ലക്ഷ്മി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. ഭാഗ്യം ഇവരുടെ കൂടെ വന്നു ചേരും. സന്തോഷപൂർണമായ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും. ദാമ്പത്യ സൗഖ്യമൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധനയോഗത്തിനുള്ള ഭാഗ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരുടെ കൂടെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിന്ന് ജീവിതം സമ്പന്നമാകുന്നതിനും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ മികച്ച അവസരങ്ങൾ, മുന്നേറ്റങ്ങളൊക്കെ ഇവർക്ക് കാണാൻ സാധിക്കുന്നു. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് വളരെ പെട്ടെന്ന് ജീവിത നിലവാരം മാറുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ഒരുങ്ങുന്നു. ഭാഗ്യം ഇവരുടെ കൂടെ ഉണ്ടാകുന്നു. മാറ്റമാണ്, ഐശ്വര്യമാണ്. അതോടൊപ്പം തന്നെ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. വീടുകളിൽ സമൃദ്ധി നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും പ്രാർത്ഥനകൾക്കും വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വീട്ടിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ, കുടുംബത്തിൽ ധാരാളം പണം വന്നു ചേരുന്നതിനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകൾ മാറുന്നു. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി, നഷ്ടങ്ങളൊക്കെ മാറി ഇവർക്ക് പുതിയ സംരംഭങ്ങളോ ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലാഭം വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങളോ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് മോദകം വഴിപാട് സമർപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ച സാഹചര്യങ്ങളാണ് ഇതുവരെ അനുഭവിച്ചിട്ടുള്ളത്. ഇനി കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമയം വളരെ അനുകൂലമായി നിൽക്കുന്നു. വലിയ ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു. കണ്ണീരും ദുരിതവുമായി നിന്നിരുന്ന ആളുകൾക്ക് വലിയ മാറ്റം വരുന്നു. മറ്റുള്ളവർ അസൂയയോടുകൂടി കാണുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വലിയ അനുകൂലമായ ഊർജം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർ മനസ്സിന് വിശ്വാസമുള്ള കാര്യങ്ങൾ, മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് നഷ്ടങ്ങൾ സഹിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ആ സമയത്തിൽ നിന്ന് പുതിയ തുടക്കമാണ് ഇവർക്ക് ലഭിക്കുന്നത്. സന്തോഷവും സമാധാനവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു.
യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കും മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നു. അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കൾ സഹായവുമായി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഗുണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.